പാകിസ്ഥാൻ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിർത്തിയിലേക്ക് ടാങ്കുകളും മറ്റും വിന്യസിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ബർമച്ച മേഖലയിൽ വെടിവെപ്പ് തുടരുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ബർമച്ച എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം പാക് സൈനികരും അഫ്ഗാൻ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇതിനൊരു ശമനം വരികയും വെടിവെപ്പ് നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷെ വൈകുന്നേരത്തോടുകൂടി വീണ്ടും വെടിവെപ്പ് ആരംഭിക്കുകയായിരുന്നു. അഫ്ഗാൻ അതിർത്തിയിൽ പുതിയ സൈനിക പോസ്റ്റ് നിർമ്മിക്കുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത്. അതിപ്പോൾ ഈ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ താലിബാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാനിലെ ചില സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അവിടെ ഈ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ ഷെല്ലാക്രമണം നടന്നതായിട്ടുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് മുതിരും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യയുടെ നിന്ന് കിട്ടിയ തിരിച്ചടിയുടെ മുറിവുടങ്ങും മുമ്പ് തൊട്ട അയൽവാസികൾ ഒരു കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളെ ആക്രമിക്കുമെന്നൊരു വലിയ ഭയം പാകിസ്ഥാനിൽ ജനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകവും ഭയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.